പ്രായം കൂടുന്തോറും അസ്ഥികളുടെ പ്രായവും വർദ്ധിക്കുന്നു. അവയിലും ബലക്കുറവ് സംഭവിക്കുകയും ശരീരത്തിൻ്റെ ഭാരം വഹിക്കാനുള്ള അവയുടെ ക്ഷമത കുറഞ്ഞു വരികയും ചെയ്യുന്നു. ചിലപ്പോൾ ജന്മനാലും ഇങ്ങനെയുള്ള അസ്ഥിക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അസ്ഥിക്കുഴപ്പങ്ങളുടെ കാരണം പലപ്പോഴും കുട്ടിക്കാലത്തെ ആഘാതങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മുടെ വിഷയം പ്രായക്കൂടുതലായ സ്ത്രീകളുടെ അസ്ഥിപ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അസ്ഥി സംബന്ധമായ കുഴപ്പങ്ങളുടെ പ്രധാന രൂപങ്ങൾ രണ്ടാണ്: അസ്ഥി മൃദുലത അഥവാ ഓസ്റ്റിയോമലേഷ്യ, സന്ധിവീക്കം അഥവാ സന്ധിവാതം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. എന്താണ് ഓസ്റ്റിയോമലേഷ്യ? കുട്ടിക്കാലത്തും കിശോരാവസ്ഥയിലും കാൽസ്യക്കുറവിനാൽ അസ്ഥികൾ ബലഹീനങ്ങളാകുകയോ കൂടെയുള്ള ഗർഭധാരണം മൂലം കാൽസ്യക്കുറവ് ഉണ്ടാവുകയോ ചെയ്യുന്നത് മൂലം അസ്ഥികളിൽ വേദനയും അസ്ഥികൾ വളയുകയും പ്രത്യേകിച്ച് അരയുടെ രണ്ടു വശത്തുമുള്ള എല്ലുകൾ വളഞ്ഞു പോവുകയും ചെയ്യുന്നു. അതിനാൽ സ്ത്രീകൾ സന്തുലിതവും സമ്പുഷ്ടവുമായ ആഹാരത്തോടൊപ്പം ശരിയായ വ്യായാമത്തിനും സമയം കണ്ടെത്തണം. ഗർഭകാലത്ത് ഇരുമ്പും കാൽസ്യവും അടങ്ങിയ പ്രത്യേക പോഷകാഹാരങ്ങൾ കഴിക്കാനും കണക്കിലധികം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാനും രണ്ടു കുട്ടികൾക്കിടയിൽ 3-4 വർഷങ്ങളുടെ അന്തരം ഉണ്ടായിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം ആരംഭിച്ചാലുടൻ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് സമയത്ത് ചികിത്സ നടത്തി പ്രത്യേക വ്യായാമങ്ങളും ആഹാരക്രമങ്ങളും സ്വീകരിച്ചാൽ കൂടുതൽ പ്രയോജനം ലഭിക്കും. രോഗം പഴകിയാൽ ചികിത്സയിലും വിഷമത നേരിടും. മൂത്രാശയ രോഗത്താലും അസ്ഥിവളയൽ സംഭവിക്കുന്നതാണ്. അതിന് പ്രത്യേകമായ ചികിത്സ ആവശ്യമാണ്. രോഗം ഭേദമായി കഴിഞ്ഞാൽ പിന്നീട് ശസ്ത്രക്രിയ മൂലം വളഞ്ഞ അസ്ഥികളെ ശരിയാക്കുവാൻ സാധിക്കും. എന്താണ് സന്ധിവീക്കം അഥവാ സന്ധിവാതം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്? സന്ധിവാതത്തിൽ ആദ്യം കൈകളുടെയും വിരലുകളുടെയും ഇണക്കുകൾ വേദനിക്കുന്നു. രോഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ വലിയ ചേർപ്പുകളിലും വേദനയുണ്ടാകുന്നു. ആ രോഗം കിശോരാവസ്ഥയിലും യൗവനകാലത്തിലുമാണ് ആരംഭിക്കുന്നത്. ഉടൻ തന്നെ ചികിത്സ ആരംഭിച്ചാൽ രോഗം സുഖം പ്രാപിക്കും. ഈ രോഗം കൂടുതലും പാരമ്പര്യമോ അഥവാ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയിലോ ആണ് ഉണ്ടാകുക. രോഗം പാരമ്പര്യമാണെങ്കിൽ സമയാസമയമായ ചികിത്സാ നടപടികളും കരുതലുകളും സ്വീകരിക്കുക. ചെറുപ്പത്തിൽ കുട്ടികൾ വളഞ്ഞാണ് നടക്കുന്നതെങ്കിൽ വേണ്ടുന്നത്ര ശ്രദ്ധ ചെലുത്താത്തത് മൂലം ഇതൊരു ശീലമാകുന്നു. ഇത് അനുവദിച്ചാൽ പിന്നീട് ശരീരത്തിലെ ഇണക്കുകളിൽ കുഴപ്പം സംഭവിക്കുന്നു. 45-50 വയസ്സാകുമ്പോൾ ഇടുപ്പുകളിൽ വീക്കവും വേദനയും ഉണ്ടാകുന്നു. പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അസ്ഥികൾ ബലഹീനങ്ങളാകുകയും ഉരയുന്ന ഇണക്കുകളിൽ വേദന ഉണ്ടാകുന്നതുമാണ്. ഗതിവേഗം കുറഞ്ഞവർക്കും ഈ രോഗം പെട്ടെന്ന് ബാധിക്കുന്നതാണ്. കുട്ടിക്കാലത്ത് സന്ധികളിൽ എന്തെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒളിഞ്ഞിരിക്കുന്ന മുറിവ് അല്ലെങ്കിൽ ചികിത്സയാൽ അപൂർണമായി സുഖപ്പെട്ട മുറിവും 15-20 വർഷങ്ങൾക്ക് ശേഷം വീക്കം സൃഷ്ടിക്കുന്നതാണ്. സന്ധി വീക്കത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കുട്ടിക്കാലത്ത് അസ്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വക്രത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ശസ്ത്രക്രിയ മൂലം നേരെയാക്കേണ്ടതാണ്. കാരണം പിന്നീട് അതിനുള്ള ചികിത്സ വളരെ വിഷമമേറിയതാണ്. അങ്ങനെയുള്ള വ്യക്തികൾ വളരെ കരുതലും സ്വീകരിക്കേണ്ടതാണ്. യൗവനകാലത്ത് എന്തെങ്കിലും അപകടം കൊണ്ടുണ്ടായിട്ടുള്ള മുറിവിനും സമയത്ത് ശരിയായ ചികിത്സ നടത്തുകയാണെങ്കിൽ പിന്നീട് സന്ധി വീക്കം ഉണ്ടാകുന്നതല്ല. പ്രായം കൂടുന്നതനുസരിച്ച് തൂക്കം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൂക്കത്തെ നിയന്ത്രിച്ച് നിർത്തുക. ക്രമപ്രകാരം വ്യായാമം നടത്തുക. പിന്നെയും വിഷമത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ ഡോക്ടറെ സന്ദർശിക്കുക. രോഗം വർദ്ധിക്കാതിരിക്കാൻ ചികിത്സയും നടത്തുക. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ. 50 വയസ്സിനുമേൽ പ്രായമുള്ളവരിലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കണ്ടുവരുന്നത്. സന്ധികൾക്ക് സംഭവിക്കുന്ന തേയ്മാനമാണ് കാരണം. സാധാരണ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാൽമുട്ടുകളെയും ഇടുപ്പിനെയുമാണ് ബാധിക്കുന്നത്. കൈകളിലെ ചെറുസന്ധികളെയും ഇത് ബാധിക്കാറുണ്ട്. സാവധാനത്തിൽ തുടങ്ങുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ വ്യാപനവും സാവധാനമാണ്. സന്ധികളുടെ മുറുക്കത്തേക്കാൾ വേദനയാണ് അധികമായി കാണുന്ന ലക്ഷണം. നീരില്ലാതിരിക്കുകയോ ഏറ്റവും കുറഞ്ഞ തോതിൽ കാണുകയോ ചെയ്യുന്നു. കൈകളിലെ ചെറുസന്ധികളിൽ എല്ലുകൾ മുഴച്ച് നീര് പോലെ കാണപ്പെടുന്നത് സന്ധിക്ഷയത്തിൻ്റെ ഫലമായാണ്. കൈകളിലെ സന്ധികളിൽ തള്ളവിരലിൻ്റെ താഴ്ഭാഗവും കൈവിരൽ സന്ധികളുടെ 2ാം നിരയുമാണ് ഉൾപ്പെടുന്നത്. വിരൽ സന്ധികളുമായി യോജിക്കുന്ന ഭാഗവും കൈക്കുഴയും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ നൂതന ചികിത്സ. നിർഭാഗ്യവശാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ചികിത്സാ രീതികൾ പരിമിതമാണ്. ഇത് സാവധാനം സന്ധികളെ നശിപ്പിക്കുന്ന രോഗമായതിനാൽ കൂടുതൽ നാശത്തിൽ നിന്ന് സന്ധികളെ രക്ഷിക്കുകയും വേദനയും അസ്വസ്ഥതകളും തടയുകയുമാണ് ചികിത്സയുടെ ലക്ഷ്യം. പ്രധാനപ്പെട്ട ഒരു മാർഗം വ്യായാമങ്ങളാണ്. അതിലൂടെ വേദന കുറയുകയും തുടരെയുള്ള സന്ധിനാശം തടയുകയും ചെയ്യും. ഗ്ലൂക്കോസാമിനും കോൺട്രോഡിറ്റിനും പോലെ സന്ധികളിലെ കാർട്ടിലേജിനെ മെച്ചപ്പെടുത്താൻ സഹായകമാണെന്ന് കരുതുന്ന ചില മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്.
ചില മരുന്നുകൾ ഉപയോഗിച്ചുള്ള ട്രയലുകൾ ചെറിയ തോതിൽ ഫലപ്രദമായെങ്കിലും നല്ല സംഖ്യയോളം പരീക്ഷണങ്ങളിൽ നിന്ന് നെഗറ്റീവ് ഫലമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വിദേശങ്ങളിലെ അക്കാഡമിക് റുമറ്റോളജിസ്റ്റുമാർ ഈ മരുന്നുകളൊന്നും ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്നില്ല. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താവുന്ന വ്യായാമങ്ങൾ: ശരീരത്തിൻ്റെ ഘടന നന്നാക്കുകയും നല്ല തോതിലുള്ള നടത്തം പരിശീലിക്കുകയും ചെയ്യണം. കാലിൻ്റെ നീളത്തിന് വൈകല്യമോ മറ്റു തകരാറുകളോ ഉണ്ടെങ്കിൽ അത് വളരെ നേരത്തെ ശരിയാക്കണം. ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ് എന്ന വ്യായാമം എല്ലാ ദിവസവും ചെയ്യാവുന്നതും വളരെ ഫലപ്രദവുമാണ്. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഈ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നിലേക്ക് ചാരി വളരെ സുഖപ്രദമായിരുന്ന് കാൽമുട്ടുകൾ നീട്ടി കാലുകൾ നിവർത്തി വെച്ചിരിക്കുക. ഈ അവസ്ഥയിൽ തന്നെ തുടരുക. കാൽക്കുഴകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുകയും അതോടൊപ്പം കാൽവണ്ണയിലെ പേശികൾ വലിച്ചു നീട്ടുകയും ചെയ്യുക. ഇത് 10 തവണ ആവർത്തിക്കുക. അതിനുശേഷം കാൽമുട്ടുകളെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവന്ന ഈ വ്യായാമം ആവർത്തിക്കുക. TV കാണുമ്പോഴും വായിക്കുമ്പോഴും ഓഫീസ് ജോലിക്കിടയിലും ഈ വ്യായാമം ചെയ്യാം. കിടക്കയിൽ കിടന്നുകൊണ്ട് ഇടുപ്പിനും മുട്ടുകൾക്കും വേണ്ടിയുള്ള വ്യായാമം ചെയ്യാം. ഒരു തലയിണ മുട്ടുകൾക്കിടയിൽ വെച്ച് അതിൽ മർദ്ദം ചെലുത്തുക. എന്നിട്ട് നിങ്ങളുടെ മുട്ടുകളുടെ താഴ്ഭാഗം കിടക്കയുടെ ലെവലിൽ കൊണ്ടുവരിക. എന്നാൽ ഉറങ്ങുമ്പോൾ തലയിണ മുട്ടുകൾക്കിടയിൽ വയ്ക്കരുത്. ഇടുപ്പ് ചുഴറ്റുകയും കാലുകൾ അമർത്തുകയും ചെയ്യുന്നത് ഇടുപ്പിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കൈകൾ കൂട്ടിപ്പിടിച്ച് ഗ്രിപ്പ് എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണത്തിൻ്റെ സഹായത്തോടെ ഗ്രിപ്പ് എക്സസൈസ് ചെയ്യാം.